നമസ്തേ. ടാരോട്ട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങൾ ഉടനെ തന്നെ കോണ്ടാക്റ്റ് ചെയ്യുമോ എന്നുള്ള എനർജിയാണ് നോക്കുന്നത്. അതുപോലെ തന്നെ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണെന്ന് കൂടി അവർ നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു തോട്ട്സും നമ്മൾ നോക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻഡ്ലെസ് ആണ്. നിങ്ങൾക്ക് ഏത് സമയത്ത് കാണുന്നു ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സ് ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. അത് എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും നിങ്ങൾ നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് പോസിറ്റീവായ ഒരു സിറ്റുവേഷൻസ് ആയിട്ട് വന്നു ചേരും. അതുപോലെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകണം. കാരണം ഇതിൽ നിന്ന് ഒരു എനർജി നിങ്ങൾക്ക് കണക്റ്റഡ് ആക്കാൻ പറ്റുകയുമില്ല. കൂടാതെ തന്നെ ഒരു ബാഡ് കർമ്മ നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾക്കിതിൽ നിന്ന് ഒരു നല്ല ഗൈഡൻസ് ലഭിക്കുന്നുവെങ്കിൽ, നിങ്ങൾക്കൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരുത്താൻ പറ്റുന്നു എന്ന് തോന്നുന്നവർ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ പാടുള്ളൂ. അതായത് വിശ്വാസമുള്ളവർ മാത്രം. നമ്മൾക്ക് എന്തിനോടും നമ്മൾ കാണിക്കുന്ന വിശ്വാസമായിരിക്കും നമുക്ക് ലഭിക്കുന്ന റിസൾട്ട് എന്ന് ഫസ്റ്റ് തന്നെ മനസ്സിലാക്കുക കേട്ടോ. അപ്പം നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ്, നിങ്ങളെ ഈ ഒരു പേഴ്സൺ ഉടനെ തന്നെ കോണ്ടാക്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് 5 ഓഫ് കപ്സ് ആണ് കേട്ടോ. അതായത് നിങ്ങളുടെ പേഴ്സൺ, അതായത് ഇത് റെസനേറ്റ് ആയിട്ട് വരുന്ന വ്യക്തികളുടെ പേഴ്സൺ തീർച്ചയായിട്ടും ഉടനെ ഒന്നും കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ തന്നെയാണ് കാണുന്നത്. കാരണം അവരൊരു സ്തംഭനാവസ്ഥയിലാണ്, സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഇമോഷണലി അവരുടെ സിറ്റുവേഷൻസ് വളരെ മോശമാണ്. എല്ലാ രീതിയിലും അവർ വളരെയധികം ഡൗൺ ആയിട്ടും തകർന്നൊരവസ്ഥയിലൂടെയും അതുപോലെ തന്നെ ഒരു ഡിപ്രഷൻ എനർജിയിലൂടെയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ഏകാന്തത എനർജിയിലാണ് അവർ നിൽക്കുന്നത്. കാരണം ഒരൊറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ്. കാരണം ഇവരെ സംബന്ധിച്ച് ഇവർ നെഗറ്റീവാകുന്ന ഒരു വലയത്തിൽ പെട്ടു എന്ന് തന്നെ പറയാം. അവരുടെ ജീവിതത്തിൽ മറ്റൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ എനർജി വളരെ ശക്തമായിട്ട് കാണുന്നുണ്ട്. അത് ചെറിയ രീതിയിലൊന്നുമല്ല. അവരെ ബന്ധനാവസ്ഥയിലാക്കിയിരിക്കുന്ന, ഒരു ട്രാപ്പ്ഡ് എനർജിയിലാക്കിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻസിലാണ് ഇവർ പെട്ട് നിൽക്കുന്നതെന്ന് കാണാം. ഒന്നെങ്കിൽ ഇവരുടെ സൗഹൃദ ബന്ധങ്ങളെ കണക്റ്റ് ചെയ്തുള്ളൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആവാം. അതല്ലെങ്കിൽ അവരുടെ റിലേഷൻ പരമായ ബന്ധങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആവാം. അതല്ലെങ്കിൽ കരിയർ പാത്തിലൂടെ കടന്നു വന്നിരിക്കുന്ന, ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ഒരു ഫോക്കസിങ് എനർജിയിലൂടെ കടന്നു വന്നിരിക്കുന്ന ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ എനർജി നമുക്കിവിടെ വളരെയധികം ശക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് ചെറിയ രീതിയിലൊന്നുമല്ല അവരെ പിടിച്ചു കുലുക്കിയിരിക്കുന്നത്. പൂർണ്ണമായിട്ടും അവർക്ക് ഇമോഷണൽ ലോസ് സംഭവിച്ച്, അവർക്ക് എല്ലാത്തിനോടും ഒരു വിരക്തി എനർജി ഫീൽ ചെയ്ത് നിരാശയോടുകൂടി സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിങ്ങളുടെ പേഴ്സണിൽ കാണാൻ പറ്റുന്നത്. വളരെയധികം സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു എനർജി. കാരണം അവരെ പൂർണ്ണമായും മറ്റ് സിറ്റുവേഷൻസുകൾ, മറ്റാരുടെയൊക്കെയോ എനർജികൾ പൂർണ്ണമായും അവരെ വലയം ചെയ്ത് നിൽക്കുന്നു. അതായത് അവരെ എപ്പോഴും വീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസാണ്. അവർക്കൊരു തീരുമാനമെടുക്കാനോ മുന്നോട്ടേക്ക് നടന്ന് നീങ്ങാനോ ഒന്നും അവർക്ക് പറ്റാത്ത വിധം അവരെവിടെയാണോ നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് ആ ഒരു എനർജിയിൽ നല്ല രീതിയിൽ സ്തംഭനാവസ്ഥയിൽ തന്നെ നിൽക്കുന്നു. അത് ഭയത്തെയാണ് അതിജീവിക്കുന്നത്. അവർക്കൊരു ഭയമാണ് അവിടുന്ന് മാറുക, രക്ഷപ്പെടുക എന്നത് വളരെയധികം ഡിഫിക്കൽറ്റിയാണ്. കാരണം ഭയത്തെ കാണിക്കുന്നു. കാരണം അവരോട് ശക്തമായിട്ട് കോൺഫ്ലിക്റ്റ് നടത്തപ്പെടും. അവർ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് മൂവിങ് ചെയ്താൽ ആ സെക്കൻഡിൽ തന്നെ അവിടെ വലിയ ശക്തമായ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാനും അതിനകത്ത് അവർ പല രീതിയിലുള്ള പ്രശ്നങ്ങളെ കണക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരികയും ചെയ്യും. അവരുടെ ഇമേജിനെയൊക്കെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരുപാട് പ്രോബ്ലംസിനെ അവർ നേരിടേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസിൽ തന്നെയാണ് അവരിപ്പം നിൽക്കുന്നത്. എന്താണെങ്കിലും ഇവരുടെ ചിന്തകളും ഇവരുടെ അതായത് കമ്മ്യൂണിക്കേഷനും എല്ലാം ബ്ലോക്കാണ് കേട്ടോ. ഇവരെ സംബന്ധിച്ച് ഇവരുടെ ഇമോഷൻസിനെ തന്നെ ഇവർ കൺട്രോളിങ് ചെയ്യാതെ പോയി. ഇവരുടെ എടുത്തുചാട്ടമാവാം, മറ്റുള്ളതിനോട് തോന്നുന്ന അട്രാക്ഷൻ എനർജി ആവാം. ഇമോഷണൽ പരമായി ബന്ധങ്ങളിൽ ഇവർ നടത്തിയിരുന്ന ആറ്റിറ്റ്യൂഡ് വളരെ മോശമായിരുന്നു എന്ന് തന്നെ
പറയാം നിങ്ങളുടെ പേഴ്സൻ്റെ. അതിൻ്റെ ഫലമായിട്ട് ഇവരുടെ കമ്മ്യൂണിക്കേഷൻ എല്ലാം നോട്ട് ഗുഡ് ആയ രീതിയിലായിരുന്നു. അവരുടെ വിവേകത്തോടു കൂടി ഈ ഒരു പേഴ്സൺ ഒന്നും ചിന്തിച്ചെടുക്കാൻ പറ്റാത്ത വിധം ഇവർ ഒരു സ്തംഭനാവസ്ഥയിലായി പോയി എന്ന് തന്നെ പറയാം. കാരണം അവരുടെ ഇമോഷൻസ് ഓക്കെ അല്ലായിരുന്നു, ഇവരുടെ ഇമോഷണൽ പരമാകുന്ന കാര്യം ഓക്കെ അല്ലായിരുന്നു എന്ന് തന്നെയാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. കൺട്രോളിങ് ഇല്ലായിരുന്നു, വളരെ സക്സസ്, അതായത് ഇവർ ചിന്തിക്കുന്നത് എപ്പോഴും വിജയമായിരുന്നു. ഇവർക്ക് വേണ്ടതൊരു വിജയം എനർജി ആയതുകൊണ്ട് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് അതായത് എടുത്തുചാട്ടം അല്ലെങ്കിൽ ഞാനെന്ന ഭാവം, ഈഗോയൊക്കെ നല്ല ശക്തമായിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഏത് സിറ്റുവേഷൻസിനെയും പൊരുതി വിജയിക്കാൻ പറ്റുന്ന ഒരു ബ്ലെസ്സിങ്സും അല്ലെങ്കിൽ അതിനുള്ളൊരു സ്ട്രെങ്ത് ഉണ്ടായിരുന്ന ഒരു പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി. പക്ഷേ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് മറ്റൊരു സിറ്റുവേഷൻസിൽ ഈ ഒരു വ്യക്തി ട്രാപ്പ്ഡ് എനർജിയിലായി പോയി. കാരണം അവർക്കൊരു ബ്ലോക്കേജാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് കാണുന്നത്. അവരുടെ ആക്ഷൻ, ഇവരെന്ത് കാര്യം പുതിയതായിട്ട് തുടങ്ങിയാലും എന്ത് കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചാലും എല്ലാം ഒരു മറ്റൊരാളുടെ കൺട്രോളിങ്ങിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന മറ്റൊരാളുടെ ഒരു എനർജി ഈ ഒരു പേഴ്സണുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഇവരുടെ കോൺഫിഡൻസ് എല്ലാം മറ്റൊരിടത്ത് അടിയറ വെച്ചു എന്ന് പറയാം. ഒരു വെല്ലുവിളിയെ അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ച് അവർക്കൊരു ഇമോഷണൽ ഫെയിലിയർ സംഭവിച്ചു. അതായത് റോങ് ആകുന്ന പല കാര്യങ്ങളിലും ചെന്ന് എടുത്തു ചാടി അവരിൽ തന്നെ ഉണ്ടായിരുന്ന ആ ഒരു സെൽഫ് റെസ്പെക്റ്റും നഷ്ടപ്പെടുത്തി. അതുപോലെ അവർക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്തൊരവസ്ഥയിലുമായി ഇമോഷണലി അവരിപ്പോൾ ഫെയിലിയർ എനർജിയിലാണ് നിൽക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് തീർച്ചയായിട്ടും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പുതിയൊരു ആക്ഷൻ നിങ്ങളിലേക്ക് ഒരു കോണ്ടാക്റ്റ് എനർജിയിലേക്ക് വരുമോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ വരാൻ കാലതാമസമെടുക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. പക്ഷേ ഇതിനകത്തൊരു ഫാമിലി എനർജി കണക്റ്റഡ് ആണ് കേട്ടോ. അതായത് പേരൻറ്റിങ് എനർജി ആവാം, മറ്റു ഫാമിലി അംഗങ്ങളുടെ എനർജി ആവാം. എന്താണെങ്കിലും ഇതൊരു കുടുംബം നല്ലൊരു വെൽത്ത് എനർജിയിലൂടെ പോയിക്കൊണ്ടിരുന്ന നല്ല ഒരു എന്താ പറയുക ഒരു ട്രഡീഷണൽ എനർജി, ഒരു ട്രഡീഷണൽ പരമാകുന്ന കാര്യങ്ങൾക്ക്, അതായത് അവരുടെ ആ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ളതും അതായത് പരമ്പരാഗതമാകുന്ന രീതിയിൽ നല്ല രീതിയിലൊരു ലോങ് ടൈം സക്സസ്സോടു കൂടി കടന്നു വന്നിരുന്ന ഒരു പേഴ്സണെയൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഫാമിലി എന്ന് പറയുന്നത് വളരെയധികം പോസിറ്റീവായതും നല്ലൊരു ഉയർന്ന രീതിയിൽ ചിന്താഗതികളോട് കൂടിയ എനർജിയുമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ നമുക്കിവിടെ നിങ്ങളുമായിട്ടൊരു എനർജി ആ ഒരു പേഴ്സൺ കണക്റ്റഡ് ആകണമെങ്കിൽ ഫാമിലി പരമായിട്ടുള്ളവരും ഇതിനകത്ത് ഇൻവോൾവ് ആകണമെന്നാണ് കാണുന്നത്. ഒന്നെങ്കിൽ പേരൻറ്റിങ് എനർജി അവരോടൊപ്പം നിന്നാൽ മാത്രം, അതല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലുമൊക്കെ ഫാമിലി പരമാകുന്ന സപ്പോർട്ടോട് കൂടിയാൽ മാത്രമാണ് നിങ്ങളിലേക്ക് ഒരു പേഴ്സൺ ഒരു കോണ്ടാക്റ്റ് ആകാനോ നിങ്ങളുമായിട്ടൊരു പുതിയൊരു ആക്ഷൻ എടുക്കാനോ സാധിക്കുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് ഫാമിലിയും കൂടി അനുകൂലമായി വരണം. നിങ്ങളുമായിട്ടൊരു ബന്ധത്തിനൊരു പൂർണ്ണത ലഭിക്കണമെങ്കിൽ. മാത്രവുമല്ല അവർക്ക് ഇമോഷണൽ ചീറ്റിംഗ് ആണ് കേട്ടോ. അവർ നിൽക്കുന്ന സിറ്റുവേഷൻസിൽ അവരൊരു ഡാർക്ക് എനർജിയിലാണ്. കാരണം ഒരു പ്രകാശമില്ല, മൊത്തത്തിലൊരു എന്താ പറയുക ഒരു സ്തംഭനാവസ്ഥ, അല്ലെങ്കിൽ അവർക്ക് മൊത്തത്തിലൊരു ഡാർക്ക് എനർജി, ഒരു ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അവർക്ക് നാളെയെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് ഒരു പേടിയാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അവരെ സംബന്ധിച്ച് അവർക്ക് ഒരു കാര്യത്തിലും ഉറച്ചു നിൽക്കാൻ പറ്റാതെ ഒരു വിലപിക്കുന്ന എനർജിയിൽ, അതായത് ഒരു എനിക്ക് തോന്നുന്നു പൂർവിക കർമ്മപരമാകുന്ന ചില പ്രശ്നങ്ങളെ ഈ ഒരു പേഴ്സൻ്റെ ജീവിത സാഹചര്യത്തിലൂടെ പോകുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഒരുപാട് അബദ്ധങ്ങളിൽ ചെന്ന് ചാടാനും തെറ്റുകൾ പറ്റാനും ഒക്കെ ഇവർക്ക് ഇടവരുന്നത് പൂർവിക കർമ്മ നേരിടുന്നുണ്ട് ഈ ഒരു പേഴ്സണും അവരുടെ ഫാമിലിയും എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു ട്രഡീഷണൽ എനർജിയിൽ പോകുന്ന ഫാമിലികളിലെല്ലാം ചിലപ്പോൾ പാസ്റ്റിലെ പല കാര്യങ്ങളും നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസുകളും തലമുറകളിൽ കണക്റ്റഡ് ആകപ്പെടാറുണ്ട്. അപ്പോൾ ആ ഒരു പൂർവിക കർമ്മയും ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ഈ ഒരു ഇമോഷണൽ പരമാകുന്ന പ്രശ്നങ്ങളിലൂടെയും ബുദ്ധിപരമായിട്ടൊന്നും ചിന്തിക്കാൻ പറ്റാതെ ഒരു ബ്ലൈൻഡ്നെസ് അവരുടെ ലൈഫിൽ വരുന്നതും അവരുടെ കമ്മ്യൂണിക്കേഷനിൽ നെഗറ്റിവിറ്റി കടന്നു വരുന്നതുമെല്ലാം ഹെൽത്ത് പരമാകുന്ന പ്രോബ്ലംസിനെയും ശക്തമായിട്ട് ഇതിൽ കാണുന്നുണ്ട്. അതെല്ലാം ഈ ഒരു പൂർവിക കർമ്മയുടെ നെഗറ്റിവിറ്റി ആ ഒരു പേഴ്സണിൽ ശരിക്കും പിടികൂടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒന്നെങ്കിൽ ഒരു ശാപമോക്ഷ എനർജി, അതായത് ഒരു കുറച്ച് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് കേട്ടോ. അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം വളരെ ഡിലേ ആവാനും നല്ലൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത വിധം ഒരു എന്താ പറയുക ഒരു
സ്റ്റക്കായി ഒരു ജസ്റ്റിസ് നേരിട്ട് കൊണ്ട് കടന്നു പോകേണ്ടി വരും നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫ് എന്നാണ് കാണുന്നത്. കൂടാതെ തന്നെ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ചിന്തിക്കുന്നതും പെരുമാറുന്നതും സംസാരിക്കുന്നതും എല്ലാം ഒരു ബാഡ് സിറ്റുവേഷൻസായി, അതായത് നെഗറ്റീവായിട്ട് തീരുന്നു ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് ഒരു പേഴ്സണ് രക്ഷ പ്രാപിക്കണമെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ആ ഒരു അത് മനസ്സിലാക്കാനും അത് മനസ്സിലാക്കി ആ ഒരു വ്യക്തി തിരിച്ച് ചിന്തിക്കാനും എന്തിലാണ് അമിതമായി ഫോക്കസിങ് കൊടുക്കേണ്ടത്, എവിടേക്കാണ് തിരിഞ്ഞ് നിൽക്കേണ്ടതെന്ന് മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് തന്നെയാണ് കാണുന്നത്. എന്താണെങ്കിലും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നിങ്ങളെ വളരെയധികം ശക്തമായിട്ടും അവോയ്ഡിങ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ, അതായത് നോ കോണ്ടാക്റ്റ് എനർജിയിലൂടെ നിങ്ങൾക്ക് നേരെ മുഖം തിരിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. ഈ ഒരു മുഖം നിങ്ങളിൽ നിന്ന് ഇവർ തിരിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും വളരെയധികം അവർ വേദനിക്കുന്നു എന്ന് തന്നെ പറയാം. ചില സാഹചര്യങ്ങളും ചില വ്യക്തിബന്ധങ്ങളും ഒക്കെ തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മുഖം തിരിക്കാനുള്ള കാരണം എന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളെ അവർ ഫോക്കസിങ് ചെയ്യുന്നു എങ്കിൽ പോലും നിങ്ങളെക്കുറിച്ച് അറിയുന്നു, നിങ്ങളെ ഓർക്കുന്നു, നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും അവോയ്ഡിങ് ചെയ്ത് നിൽക്കുന്ന, നിങ്ങൾക്ക് ഒരു രീതിയിലും ഒരു പോസിറ്റീവ് ആകുന്ന ഒരു പ്രസൻസും ആ ഒരു പേഴ്സൺ നൽകാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരുപാട് ഉത്കണ്ഠയുണ്ട്, അതുപോലെ തന്നെ ഉറക്കമൊന്നുമില്ല എന്ന് തന്നെ പറയാം. ചിലപ്പോൾ ഈ പാസ്റ്റിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിയ പല കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വളരെയധികം പശ്ചാത്തപിക്കുന്ന ഒരു എനർജി കൂടി ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ കാണുന്നുണ്ട്. എന്താണെങ്കിലും ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് അവർക്ക് ഒരു അഡിക്ഷൻ എനർജി ഉണ്ടായിരുന്നു. ഒന്നെങ്കിൽ ഫിനാൻഷ്യൽ പരവും കരിയർ പാത്തിലോ അതല്ലെങ്കിൽ ഇമോഷണലി മറ്റുള്ളവരോട് വേണ്ടാത്ത ചില ബന്ധങ്ങളോടും പെട്ടെന്ന് അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നതോ ഒന്നും നോക്കാതെ മറ്റുള്ളവരെ അപ്രോച്ച് ചെയ്യുന്നൊരു ക്യാരക്ടർക്കുള്ളൊരു പേഴ്സൺ ആയിരുന്നു കാണാം നിങ്ങളുടെ വ്യക്തി. ഇപ്പോൾ ആ ഒരു പേഴ്സൺ പാസ്റ്റിലെ പല കാര്യങ്ങളെക്കുറിച്ചും തെറ്റുകളെക്കുറിച്ചും ഓർത്ത് വളരെയധികം വേദനയോടുകൂടി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ്. കാരണം ലൈഫിൽ ഒരുപാട് നെഗറ്റീവ് ആകുന്ന സാഹചര്യങ്ങളെ കാണേണ്ടി വന്നു, എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നു. ചില അഡിക്ഷൻ്റെ പുറത്ത് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരു ഫിസിക്കൽ അഡിക്ഷൻ അമിതമായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിട്ടും ഫിസിക്കലി മറ്റുള്ളവരെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്ത് എടുക്കുന്ന ഒരു ക്യാരക്ടർ എനർജിയോട് കൂടിയ പേഴ്സണായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അയാൾ അതെല്ലാം ഓർത്ത് ദുഃഖിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ പവർ ലോസ് സംഭവിച്ചു, പലയിടങ്ങളിലും അയാളെ പെട്ടുകൊണ്ടിരിക്കുന്നു, പെടുത്തിയിട്ടുണ്ട്. അപ്പം വെറും ഒരു ഔട്ട്സൈഡ് ഫോഴ്സ് എനർജിയെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഈ ഒരു പേഴ്സൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു അവസ്ഥ നോക്കുമ്പം. അപ്പോൾ ഈ ഒരു പെട്ടെന്നുള്ള ഒരു അട്രാക്ഷൻ, ഒരു അഡിക്ഷൻ്റെ എനർജിയിലും ഓപ്പർച്യൂണിറ്റീസുകൾ എന്തു വന്നാലും ഒന്നും നോക്കാണ്ട് എടുത്തു ചാടി അതിനെ കണക്റ്റ് ചെയ്യുന്നതാകുന്ന സ്വഭാവ രീതികളും എല്ലാം ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തെ പൂർണ്ണമായും തകർത്തു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു സിറ്റുവേഷൻസിൽ ലോസിലാണ് ആ ഒരു വ്യക്തി നിൽക്കുന്നത്. ആ ഒരു പേഴ്സൺ നിൽക്കുന്ന സിറ്റുവേഷൻസിലൂടെ ആ ഒരു വ്യക്തി എന്ത് ചെയ്യുക, മറ്റുള്ളവരോട് യാചിച്ച് നടക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്ന, അവഗണനകൾ നേരിടേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസാണ് ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നത്. കോൺഫ്ലിക്റ്റ് ആണ്. കരിയർ പാത്തിലൊന്നും ഈ ഒരു വ്യക്തിക്ക് ഒരു സക്സസ്സും ഇല്ല എന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. കരിയർ എനർജിയിലൊക്കെ നല്ല രീതിയിൽ തടസ്സങ്ങളെ നേരിടുന്നുണ്ട്, കോൺഫ്ലിക്റ്റുകളുണ്ട്. കൂടാതെ തന്നെ മറ്റുള്ളവർ ഈ ഒരു പേഴ്സണോട് നല്ല ശക്തമായിട്ട് മത്സരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ശരിക്കും ശത്രുത എനർജിയിലാണ് കരിയർ പാത്തിലൂടെ ഒരു വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു പേഴ്സൺ നല്ല രീതിയിൽ സ്ട്രഗിളിങ് ചെയ്താലും കരിയർ എനർജിയിൽ സക്സസ് ആവാൻ പറ്റുന്നില്ലാത്ത ഒരു സിറ്റുവേഷൻസ് ഉണ്ട്. ഇവരെ സംബന്ധിച്ചൊരു വിദേശ യാത്രയൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഒരു സ്ഥലം ഒന്ന് വിട്ടുപോയാലോ, ദൂരേക്കൊരു യാത്രയെക്കുറിച്ചൊക്കെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എബ്രോഡ് പോകുന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള ചില ശ്രമങ്ങൾ ഈ ഒരു പേഴ്സൺ നടത്തുന്നുണ്ട്. പോയിട്ടുള്ളവരുടെ എനർജിയും കണക്റ്റഡ് ആവാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം തീർച്ചയായിട്ടും ഇവരുടെ ലൈഫിൽ കരിയർ എനർജിയിൽ അവരൊരു ആക്ഷൻ എടുക്കണമെന്ന് തന്നെ ചിന്തിച്ച് ഒരു ട്രാവലിംഗ് എനർജിയിൽ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. എന്താണെങ്കിലും പോസിറ്റീവ് ആകാൻ പറ്റുന്നില്ലാത്ത ഒരു സാഹചര്യത്തെയാണ് കാണിക്കുന്നത്. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ആകെയുള്ളൊരു ഒരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് ചെറിയ രീതിയിൽ അവർക്കൊരു തേർഡ് സിറ്റുവേഷൻസിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടിങ്, ഫിനാൻഷ്യൽ സപ്പോർട്ടിങ്, ഇമോഷണൽ ബാലൻസ് ഒക്കെ ചെറിയ രീതിയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ നിന്ന് ഈ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ അഡിക്റ്റഡ് ആക്കി, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ കൺട്രോളിൻ്റെ ഉള്ളിലാക്കി നിർത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവർക്കൊന്ന് ബാലൻസ് ചെയ്യണം. അവരുടെ ജീവിതത്തിൽ അവർക്ക് ആത്മസംതൃപ്തിയൊന്നുമില്ല തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ. കാരണം പാസ്റ്റിൽ എന്തൊക്കെയോ കാര്യങ്ങളെ കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് നിങ്ങളുടെ പേഴ്സൺ 100% മനസ്സിലാക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ സപ്പോർട്ടിങ്ങും അല്ലെങ്കിൽ നല്ലൊരു
പിന്നെ സപ്പോർട്ടിങ് എനർജി കിട്ടുന്നുണ്ട്. ബാഹ്യമാകുന്ന ഒരു സക്സസ് അല്ലെങ്കിൽ ഒരു ആഘോഷം, ഒരു സമാധാനമൊക്കെ അവർക്ക് തേർഡ് സിറ്റുവേഷൻസിൽ നിന്ന് ലഭിക്കുന്നുണ്ടെങ്കിലും അവർക്ക് അതിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തന്നെ പറയാം. കാരണം തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലായിട്ടുണ്ട് ചീറ്റിംഗ് എനർജി ഉണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ. കൂടാതെ തന്നെ ഇവരെ ഇമോഷണലി ബന്ധനത്തിലാക്കിയിട്ടുണ്ട്. അതായത് ഇമോഷണൽ പരമായിട്ട് വളരെ അഡിക്ഷൻ ഫീൽ ചെയ്യുന്ന രീതിയിൽ ഇവരെ ശരിക്കും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കയ്യിലെടുത്തിരിക്കുകയാണ് എന്ന് ഇവർക്കറിയാം. ശരിക്കും തേർഡ് പാർട്ടി ഇവരുമായിട്ട് ഒരു പൂർണ്ണതയോടുകൂടിയോ ആത്മാർത്ഥതയോടുകൂടിയോ ഒന്നും അല്ല നിൽക്കുന്നത്. മറ്റെന്തൊക്കെയോ ബാഹ്യമാകുന്ന ചില നേട്ടങ്ങൾ മനസ്സിൽ വിചാരിച്ച് തന്നെ നിൽക്കുന്ന ഒരു എനർജീനെയാണ് കാണുന്നത്. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് പാസ്റ്റിലേക്ക് തിരിച്ചു പോരണം, അല്ലെങ്കിൽ ജീവിതത്തിൽ സക്സസ് ആവണം, കരിയർ പാത്തിലെങ്കിലും വിജയിക്കണം എന്നുള്ളൊരു എനർജിയിൽ നിൽക്കുന്നത് കൊണ്ട് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നമുക്ക് കാണാൻ പറ്റുന്നത് കുറച്ച് സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ഫൈറ്റിംഗ് ആണെങ്കിലും ഇപ്പം നിൽക്കുന്ന സിറ്റുവേഷൻസുകളിൽ കണ്ടിന്യൂ ചെയ്യാം, എങ്ങനെയെങ്കിലും വിജയിച്ച് മുന്നോട്ടേക്ക് പോകാൻ പറ്റുമോ എന്ന്, അതായത് സക്സസ് നേടാൻ പറ്റുമോ എന്നൊന്ന് ശ്രമിക്കാം എന്നുള്ളൊരു എനർജിയാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നിരാശയോട് കൂടിയാണ് കേട്ടോ. ഒരു ഡാർക്ക്, അതായത് ഒരു മൂൺ എനർജിയാണ് അവിടെ കടന്നിരിക്കുന്നത്. അതായത് അവർക്കൊരു കറക്റ്റ്നെസ് കിട്ടുന്നില്ല. എന്താണ് തീരുമാനം എടുക്കേണ്ടത്, ഉറച്ചൊരു തീരുമാനം എടുക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവർക്കൊരു ഇമോഷൻസ് കറക്റ്റ് ആവുന്നില്ല. നിങ്ങളുമായിട്ട് അങ്ങോട്ട് പൂർണ്ണമായും കമ്മ്യൂണിക്കേഷൻ ചെയ്യാനോ നിങ്ങളിലേക്ക് മടങ്ങി വരാനോ അവർക്ക് പറ്റുന്നില്ല. കാരണം ഒരു ഇമോഷണൽ ചീറ്റിംഗ് എനർജി, അതായത് അവർ ചെയ്തു പോയ തെറ്റ്, നിങ്ങളോട് ചെയ്ത ഓരോ പ്രവൃത്തികളും ഓർത്ത് അവർ മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നു. അവരുടെ മനസ്സാക്ഷിക്ക് മുമ്പിൽ അവർ ഒരു ചോദ്യചിഹ്നം പോലെ നിൽക്കേണ്ടി വരുന്നു. കാരണം അവരുടെ ഓർമ്മകളിൽ നിങ്ങളും അവരും തമ്മിലുണ്ടായിരുന്ന പാസ്റ്റും അതിനുശേഷം നിങ്ങൾക്കിടയിൽ വന്ന കോൺഫ്ലിക്റ്റുകളും അവർ നിങ്ങളോട് ചെയ്ത ചീറ്റിങ്ങും നിങ്ങളെ വേദനിപ്പിച്ചതാകുന്ന എല്ലാ സാഹചര്യങ്ങളും നിങ്ങളോട് കാണിച്ച അമിതമാകുന്ന ഇമോഷൻസും, അതായത് ഒരു അഡിക്ഷൻ എനർജി നിങ്ങളിൽ അവർ പ്രയോഗിച്ചു. നിങ്ങളെ ശരിക്കും ഒരു മാനസികമായും തകർത്ത് കളഞ്ഞ് കടന്നുപോയൊരു പേഴ്സണായിട്ടാണ് കാണുന്നത്. എന്താണെങ്കിലും അവർക്കതൊരു വളരെ നിരാശയായിട്ട്, അതായത് കുറ്റബോധത്തോടു കൂടി തന്നെ നിൽക്കുന്നു. പക്ഷേ ഇമോഷണലി അവർക്ക് നിങ്ങളെ പാർട്ട്ണറായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളാണ് അവരുടെ യഥാർത്ഥമാകുന്ന ഒരു സപ്പോർട്ടിങ് ഭാഗം, അതായത് ഒരു സോൾ കണക്ഷൻസ്. നിങ്ങൾ തമ്മിലും മുന്നോട്ടേക്ക് പോയ സമയത്ത് ആ ഒരു പേഴ്സൺ ഉണ്ടായിരുന്ന സക്സസ്സും, എന്നാൽ നിങ്ങളോട് ആ ഒരു വ്യക്തി ചുമ്മാതെ ആവശ്യമില്ലാതെ നടത്തിയ കോൺഫ്ലിക്റ്റുകളും, നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ആ ഒരു പൂർണ്ണതയ്ക്ക്, ഒരു സഹകരണത്തിനൊക്കെ സംഭവിച്ചു പോയ ആ ഒരു അഭാവവും കൺട്രോളിങ് ഇല്ലായ്മയും, ഇതെല്ലാം ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. ഒരു ന്യൂ ബിഗിനിങ് എനർജി അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങളെ പ്രീഷ്യസ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ നിന്ന് ലഭിച്ചിരുന്ന ആ ഒരു സാന്നിധ്യത്തെക്കാൾ കുറച്ചും കൂടി പൂർണ്ണതയായും അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടി പോസിറ്റീവായിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു എനർജി നിങ്ങളാണ് എന്ന ആ ഒരു പേഴ്സണ് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ അവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് മുന്നിൽ തോറ്റു തരാൻ, നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സണിലേക്ക് ഒരു റിയൂണിയൻ എനർജിയുമായിട്ട് നിങ്ങൾ അവരിലേക്ക് എത്തിയിരുന്നെങ്കിൽ എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളിൽ നിന്നൊരു കപ്പ് ഓഫ് ലവ് അവർ ആഗ്രഹിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കോളോ മെസ്സേജോ ഒക്കെ പ്രതീക്ഷിച്ച് അവർ വെയിറ്റിംഗ് ചെയ്യുന്നു. കാരണം അവർ നിങ്ങളിലേക്ക് ഫോക്കസിങ് ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, വളരെയധികം മാനസിക വിഷമം അനുഭവിക്കുന്നുണ്ട്, നഷ്ടബോധമുണ്ട്, ഡിപ്രഷൻ എനർജി ഉണ്ട്, ഉറക്കമില്ല എന്നൊക്കെ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അവരിലേക്ക് കണക്റ്റഡ് ആയിരുന്നു എങ്കിലെന്നാണ് ചിന്തിക്കുന്നത്. കാരണം അവർക്ക് തോറ്റു തരാൻ അല്ലെങ്കിൽ നിങ്ങളെ അപ്രോച്ച് ചെയ്യുക എന്നത് അവർക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നു. പക്ഷേ അവർ സ്റ്റിൽ വെയിറ്റിംഗ് ആണ് കേട്ടോ. നിങ്ങളുടെ ഒരു കോളിനോ മെസ്സേജിനോ ഒരു കോണ്ടാക്റ്റിനൊക്കെ അവർ പൂർണ്ണമായും ഒരു സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. എടുത്തു ചാടി ഞാനിത് പറഞ്ഞു എന്ന് പറഞ്ഞ് ഇത് എൻ്റെ റീഡിംഗ് ആണെന്ന് പറഞ്ഞ് ഒരിക്കലും പോയേക്കരുത്. വല്ല പോലീസൊക്കെ പിടിച്ചെന്നും പറഞ്ഞ് പിന്നെ എന്നോട് പരാതിയും പറയരുത്. ദൈവത്തെ ഓർത്ത് പേഴ്സണൽ റീഡിംഗ് അങ്ങ് ആരിൽ നിന്നെങ്കിലും എടുത്ത് നിങ്ങളുടെ വ്യക്തിയുടെ മാനസികാവസ്ഥ ക്ലിയറായിട്ട് മനസ്സിലാക്കി മാത്രം കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഇതിനകത്ത് വന്നിരിക്കുന്ന എനർജി വെച്ച് നോക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ഒരു കോളോ മെസ്സേജോ അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റ് ഉണ്ടായാൽ തീർച്ചയായിട്ടും അവർ കപ്പ് ഓഫ് ലവുമായിട്ട് വെയിറ്റിംഗ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും തന്നിരിക്കും എന്നൊരവസ്ഥയാണ് കാണുന്നത്. ഒരു ജഡ്ജ്മെൻറ്റ്, അതായത് ഒരു ന്യായം നടപ്പിലാക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അങ്ങ് തോറ്റു തരിക, അതായത് ഒന്ന് വിട്ടുവീഴ്ച ചെയ്യുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ശരിക്കും അവർ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം നിങ്ങളോട്
നിങ്ങളോടൊപ്പം മുന്നോട്ടേക്ക് പോകണം, ഇനി കുറച്ച് കാലമാണെങ്കിലും നിങ്ങളോടൊപ്പം മുന്നോട്ടേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വിട്ടുപോകുന്ന ഒന്നല്ല കേട്ടോ. ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം തന്നെ നിലനിൽക്കും. അത് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും നിങ്ങൾക്ക് ഉണ്ടാക്കുകയില്ല എങ്കിൽ പോലും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വിട്ടുപോകുന്ന ഒരു സാഹചര്യം കാണുന്നില്ല കേട്ടോ. അപ്പം അതനുസരിച്ച് മാത്രം തീരുമാനമെടുക്കുക. റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ടുള്ളൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.